കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ഒരു കുടുംബത്തിലെ 4 കുട്ടികളിൽ 3 പേരാണ് പുളിമിഠായി കഴിച്ചത്. അന്നു രാത്രി തന്നെ 3 പേർക്കും ശക്തമായ ഛർദിയുണ്ടായതിനെ തുടർന്ന് പിറ്റേ ദിവസം വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പുളിമിഠായി കഴിച്ച് 3 കുട്ടികൾക്കാണ് വിഷബാധയേറ്റത്. മാനന്തവാടി പിലാക്കാവിലെ ഒരു കടയിൽ നിന്ന് ഒരു കമ്പനിയുടെ പുളിമിഠായി വാങ്ങി കഴിച്ച 3 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 3 കുട്ടികളിൽ 4 വയസ്സുകാരി 2 പാക്കറ്റ് പുളിമിഠായും മറ്റു 2 പേർ ഓരോന്ന് വീതവുമാണ് കഴിച്ചത്. 2 പാക്കറ്റ് കഴിച്ച കുട്ടിയെ അവശനിലയിലായതിനെ തുടർന്ന് അന്നു തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 3 ദിവസം ICUവിലായിരുന്ന കുട്ടിയെ ചൊവ്വാഴ്ചയാണ് വാർഡിലേക്ക് മാറ്റിയത്. വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 2 കുട്ടികളെയും ചൊവ്വാഴ്ചയോടെ ഡിസ്ചാർജ് ചെയ്തു. അതേസമയം DMO ഓഫീസിൽ വിഷയം ധരിപ്പിച്ചിട്ടും സംഭവത്തിൽ ഇടപെട്ടില്ലെന്ന് ആരോപണമുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ അന്വേഷണം നടത്താൻ പോലും തയ്യാറായില്ലെന്നാണ് ആരോപണം.